ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ലാസ്റ്റ് നമ്മളെ ഈദ് വ്ളോഗ് ഇട്ടിട്ടില്ലേ, അപ്പോൾ ഈദ് വ്ളോഗെല്ലാം കഴിഞ്ഞ് ഈദിൻ്റെ അന്നെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നും അപ്പം നമ്മളെ വെക്കേഷനെല്ലാം സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ആ ഒരു ടൈമിനെല്ലാം എടുത്തിട്ടില്ലേ കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം അതായത് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് ഈദ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഇതാ രാവിലെ തന്നെ ഞാൻ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോമ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടുമല്ലേ, അതുകൊണ്ട് നമ്മൾ മുറ്റത്തൊന്നും അങ്ങനെ ഇറങ്ങലേ കുറവാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ കുറേ പച്ചക്കറി സംഭവങ്ങളെല്ലാം നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ എന്നല്ല, മാഷാ അല്ലാ അത്യാവശ്യം കുറച്ചെല്ലാം കിട്ടീന് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം. ഞാനിതെല്ലാം ഇങ്ങനെ യൂട്യൂബിലെല്ലാം നോക്കി കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം പ്രയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതേനു കേട്ടോ. അപ്പോൾ സംഭവം വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് തൈയെല്ലാം നട്ടിട്ട് അങ്ങനെ നോക്കിയതായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഗൾഫിലുള്ള ടൈമിനെല്ലാം ഞാൻ ആടുന്ന് ഇതുപോലെ കുറേ ചട്ടിയിലെല്ലാം ആക്കി നോക്കലുണ്ട് കേട്ടോ. പക്ഷെ ആടുന്നൊന്നും അത്ര ശരിയാവില്ല. ഒന്നാമത് ചൂട് സമയത്താണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പിനാണെങ്കിൽ ഭയങ്കര തണുപ്പും. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് എൻ്റെ ആ ഒരു സംഭവം അത്ര ഒരു പ്ലാൻസ് ഒന്നും അത്ര ശരിയായി വന്നിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ആടെ നിൽക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലെപ്പം നിൽക്കുമ്പം നമുക്കിങ്ങനെയെല്ലാം ചെയ്യാമെന്ന് ഞാൻ ആടുന്നേ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കര പ്ലാനിങ് എല്ലാം ചെയ്യലുണ്ടായിന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കിങ്ങനെയെല്ലാം ചെയ്യാനില്ല ചെറിയൊരു അവസരം വീണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മളെ മുറ്റത്ത് നമ്മുടെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു വെള്ളരിക്കയിൽ ആ ഒറ്റൊന്നേ പിടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒറ്റൊന്ന് പിടിച്ചിട്ട് കണ്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഉള്ളത്. അതൊന്നും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം ഒരുപാട് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ആ ഒരു സന്തോഷത്തിന് അത് തിരിച്ച് നല്ലപോലെ നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു ചീരയെല്ലാം നടുന്നതെല്ലാം ഞാൻ മുന്നേ ഇല്ല വ്ളോഗിലെല്ലാം കാണിച്ചിട്ടുണ്ടായിട്ട് ചെറുങ്ങനെ നട്ടുകൊടുത്തത്. അപ്പോൾ അതെല്ലാം മാഷാ അല്ലാ ശരിക്കും ഈ വ്ളോഗ് എടുത്തത് ഞാൻ പറഞ്ഞില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇല്ലതാണ് കേട്ടോ ഇത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായില്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു നട്ട തെയ്യെല്ലാം അത്യാവശ്യം നല്ലപോലെ ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ ആദ്യമായിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പൂവുണ്ടായാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും അല്ലാത്തവർക്കും വെറുതെ ഒന്ന് നട്ട് നോക്കിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ രാവിലെ എണീച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തൊരു സംഭവം കാണുമ്പോൾ അതിൽ ചെറിയൊരു മുട്ടിടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് വേറെ ഏടൊന്നും കിട്ടാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും. ഇങ്ങനെ നമ്മളെന്തെങ്കിലും നട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ചെറിയൊരു പൂവും ഇതെല്ലാം ആ ഒരു പൂ പിടിക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും സാറില്ല, നമുക്കിതൊന്ന് പിടിച്ച് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്കെല്ലാം കണ്ടാൽ അപ്പോൾ ഇതെല്ലാം മാഷാ അല്ലാ ഇപ്പം ഏകദേശം എൻ്റെ അത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ നാളായില്ലേ. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം ഇങ്ങനെ പിടിച്ച് തുടങ്ങുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി വന്നിട്ട് ഇങ്ങനെ ചെറിയ വീഡിയോസെല്ലാം ഇങ്ങനെ എടുക്കും കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോസെല്ലാം എടുക്കാനൊരു ഒരു ത്വരയാണ് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ. അപ്പം ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ ബ്രദറിന് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം. ഒന്നാമത് നമ്മൾ ഈ ഗൾഫിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നാട്ടിലത്തെ ഇതെല്ലാം കാണാൻ ഭയങ്കര ഒരു ഈ ഒരു പച്ചപ്പ് ഇതെല്ലാം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗൾഫിലുള്ള ടൈമിലില്ലേ നമ്മൾ നാട്ടിലുള്ള ആൾക്കാരുടെ വ്ളോഗെല്ലാം ഞാനിങ്ങനെ കാണും. കാരണം ഞാൻ മെയിനായിട്ട് കാണൽ എനിക്കിങ്ങനെ നാട്ടിലുള്ള ആ ഒരു പച്ചപ്പും ആ ഒരു ചെടിയും ആ ഒരു മുറ്റമെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലുള്ള ആ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അങ്ങനത്തെ ടൈപ്പ് വ്ളോഗെല്ലാം ഞാനിങ്ങനെ എപ്പോഴും ഗൾഫിലുള്ള ടൈപ്പിന് കാണും. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു നാട്ടിലെ ആ ഒരു ചില വീഡിയോസിലെല്ലാം കാണുന്നില്ലേ പണ്ടത്തെ ആ ഒരു ഇടവഴിയും അതിൻ്റെ ആ ഒരു സൈഡും ഇതെല്ലാം കുളം പുഴയെല്ലാം കാണുമ്പോൾ ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഇങ്ങനത്തെ വീഡിയോസെല്ലാം മെയിനായിട്ട് ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് കാണലാണ് കേട്ടോ എൻ്റെ പണി. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അങ്ങനത്തെ ഈ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറേ സംഭവങ്ങളില്ലേ നമ്മളെ പണ്ടത്തെ ആ ഒരു തോട് പുഴ എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെല്ലാം എൻ്റെ ബ്രദറിന് വീഡിയോ എടുത്ത്
അയച്ചു കൊടുക്കലാണ് കേട്ടോ ഇതെല്ലാം. അവന് ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എപ്പോൾ പിടിച്ചോ എന്തെല്ലാം ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് ഓനിക്ക് അയച്ചു കൊടുത്ത ആ ഒരു ക്ലിപ്പിങ്സ് തന്നെയാണ് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാഷാഅല്ലാ റംബൂട്ടാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴത്തെയും പോലെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് ഞാൻ ഫസ്റ്റ് ഞാൻ മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ റംബൂട്ടാൻ പിടിച്ചത് കാണിച്ചിട്ടുണ്ടായിട്ട് ആദ്യമായിട്ട് കാണിച്ചത് അതിലാണ് നല്ലോണം പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് അതിൽ പിന്നെ അങ്ങനെ പിടിക്കുന്നത്ര ഒന്നാമത് നമ്മൾ നോക്കൽ കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് അത്ര പിടിക്കാത്ത ആ ഒരു ഫസ്റ്റ് ടൈമെല്ലാം നമ്മൾ അതിനെ നല്ലോണം പരിചരിച്ചിട്ടുണ്ടായിന്. പിന്നെ കുറേ ആൾക്കാർ റംബൂട്ടാൻ്റെ വളപ്രയോഗമെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു വളപ്രയോഗമൊന്നുമില്ല. ജസ്റ്റ് അത് നട്ടിട്ടെല്ലാം കുറച്ചൊരു 2-3 വർഷം വരെ ചാണകപ്പൊടി അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ മെയിനായിട്ട് അതിന് വെള്ളമാണ് കേട്ടോ വേണ്ടത്. ശരിക്ക് എനിക്ക് തോന്നുന്നു അത് ചില സ്ഥലത്തെല്ലാം നട്ടതെല്ലാം നല്ലോണം പിടിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളിവിടെ 2 തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒന്നിൽ മാത്രമേ പിടിച്ചിട്ടില്ല. ഒന്ന് നട്ടിട്ട് ഒരു 3-4 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഫ്ലവറും ചെറിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിങ്ങനെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും പിടിക്കുമായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് ചില സ്ഥലത്തെല്ലാം നട്ടതെല്ലാം വേഗമാകുന്നുണ്ട്, ചില സ്ഥലത്തിൻ്റെ ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ പിന്നെ കൂടുതൽ കെയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടുള്ള നട്ടപാടെല്ലാം ഇതെങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു. പിന്നെ നമുക്കത് വലിയൊരു നമ്മളെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ പിന്നെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം. അങ്ങനെ ഇതാ ദിവസമെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് അടുത്ത് തന്നെയാണ്, കുറച്ച് അടുത്തല്ല എന്നാലും കുറച്ച് വരാനുണ്ട്. ചൂട്ടാട് ബീച്ച് ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ ഏടി പോയിട്ടേ ഇല്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ഗൾഫിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലത്തെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകലേ കുറവാണ് കേട്ടോ. ഈ ഒരു ചൂട്ടാട് ബീച്ചിൽ തന്നെ പണ്ടപ്പോൾ ഒറ്റൊരു പ്രാവശ്യം അതും വൈകുന്നേരം മഗ്‌രിബിൻ്റെ ടൈമിന് വന്നുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു ബീച്ചിലൊന്നും കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ മുമ്പേ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോയാൽ നമുക്ക് എന്തായാലും ചൂട്ടാട് ബീച്ചിൽ ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോരാൾ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നമ്മളിങ്ങനെ എപ്പം പ്ലാൻ ആക്കും നാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ആ ഒരു ലിസ്റ്റിലുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു ചൂട്ടാട് ബീച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേരം വന്ന് പിന്നെ ഇവിടെ മുമ്പത്തെ പോലെയൊന്നുമല്ലല്ലോ, ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പെപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത പാടാൻ ഞാൻ വന്നതേ ഉണ്ടായിട്ടു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മളെ ബേഡ്സിൻ്റെ സംഭവവും ആ ഒരു പാമ്പിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കുറേ ആയോന്ന് അറിയില്ല കേട്ടോ, ഞാനിപ്പം വന്നുകൊണ്ട് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേക എൻട്രി ഫീ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ അതിനെ ഫീഡ് ചെയ്യാനും അതെല്ലാം നല്ലൊരു രസമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ എല്ലാം നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ബേഡ്സിനെ കൈമ പിടിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഫുഡ് ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്. അപ്പോൾ അതിങ്ങനെ നമ്മളെ കൈമ വെച്ചിട്ട് കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പാറി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇതെല്ലാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും കുറേ അനിമൽസും അങ്ങനത്തെ ചെറിയ ആയിട്ടുള്ള എന്തെല്ലോ പെറ്റ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിങ്ങിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെ മക്കൾസിനെല്ലാം ബോട്ട് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം പോലെയാണ് അവർക്ക് ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. പിന്നെ ചെറിയ മക്കൾക്ക് മെയിനായിട്ട് അവർക്ക് എവിടെ പോകാമെങ്കിലും ഇങ്ങനെ വെള്ളവും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. എന്നാലും ഇതും നല്ല രസമാണ് കേട്ടോ. അവിടെ ചൂട്ടാട് ബീച്ചിൽ പോകുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം മെയിനായിട്ട് പിന്നെ അവിടെ ഇങ്ങനത്തെ എല്ലാം കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഇല്ലു മെയിനായിട്ടുള്ളത്. പിന്നെ മെയിൻ ബീച്ചാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതും നല്ല രസമാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ പോകാൻ. പിന്നെ നമ്മളെപ്പോൾ വൈകുന്നേരം പോകുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. പ്രത്യേകിച്ച് ഈ ബീച്ചിലെല്ലാം നമ്മൾ ഈ നട്ടുച്ചൊന്നുമല്ല, നമ്മൾ ഈ വെയിലില്ലാത്ത ഒരു 4-4:30 ടൈമിലെല്ലാം എത്തണം. എന്നാൽ നമുക്ക് ആ ഒരു സൺസെറ്റും ഇതെല്ലാം കാണാൻ പറ്റും. നല്ലൊരു പാങ്ങല്ലേ.
ഒരു സണ്ണിങ്ങനെ താണ് പോകുന്നതെല്ലാം കാണുമ്പം വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടാട്ടാ, ഇതതിൻ്റെ മലൻ്റെ ബാക്കിലേക്കാട്ടം പോയിട്ട് നമ്മളത് കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു നല്ല രസം ഉണ്ടായിന് കേട്ടോ. ആ ഒരു വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും, ശരിക്കും നല്ല ചൂടല്ലേ ഇപ്പം, പക്ഷേ ഈ ഒരു ടൈമിൽ നല്ലൊരു കാറ്റും നല്ല തണുപ്പെല്ലായിട്ട് നല്ല പാങ്ങായിന്. അപ്പോൾ നമ്മളെ ഹംദാനെല്ലാം ഇങ്ങനെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ നോക്കിയായിരുന്നു കേട്ടോ ഇതെന്താണെന്ന്. കാരണം നമ്മളിങ്ങനെ എയിലും ഇങ്ങനെ വരുന്നേ ഇല്ലല്ലോ ഇങ്ങനെ കാണുന്നതല്ലാണ്ട് മക്കൾസൊന്നും ഇങ്ങനത്തെ അടുത്തൊന്നും എവിടെയും പോയിട്ടേ ഉണ്ടായിട്ടില്ല. നമ്മൾ ഗൾഫിലുള്ള ടൈമിലെല്ലാം ഇങ്ങനെ എവിടെയല്ലോ പോകുന്നതല്ലാണ്ട് മറ്റേ മെയിനായിട്ട് ബോട്ടിങ് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ബോട്ടിങ്ങിലൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ആടുന്ന് ബോട്ടിൽ നിന്നെല്ലാം ഇറങ്ങി പിന്നെ നമ്മൾ ആടുന്ന് ഇങ്ങനെ അവിടെ എന്തെല്ലോ സ്നാക്സും ഇതെല്ലാം വെക്കുന്നുണ്ടായിന്. അപ്പോൾ ആടുന്ന് ഇങ്ങനെ എന്തോ ഒരു ബജി വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ആടുന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ ആ ഒരിതും അതും നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ എല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ എല്ലാം ഇഷ്ടം എന്ന് പറയുന്നത്. ചില ആൾക്ക് അങ്ങനെയല്ലേ, ചില ആൾക്ക് ഇങ്ങനെ ബീച്ചിൽ പോകുന്നതൊന്നും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഈ ബീച്ചിലെല്ലാം പോയി ഇങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് നല്ലൊരു പാങ്ങായിട്ട് തോന്നല്ലോ. അപ്പോൾ ഫാത്തിമാക്കും നല്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഓൾ ഈ ട്രോളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചിരിച്ച് കളിക്കുകയെന്ന്. ആൾക്ക് പിന്നെ ആ ഒരു സ്ട്രോളർ എടുക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് ഈ ചെറിയ കുട്ടികളെടുക്കാനേ എനിക്ക് പറ്റൂല, നല്ല ബാക്ക് പെയിനാണ്. അപ്പം നമ്മൾ നാട്ടിൽ മുമ്പ് ഇതേപോലെ നമ്മളിവിടെ വയനാട് പോകുന്ന ടൈമിൽ ആയിഷുവൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ ആ ഒരു സ്ട്രോളർ. അപ്പോൾ പിന്നെ നാട്ടിൽ തന്നെ അത് വെച്ചോണ്ട് ഇപ്പോൾ ഫാത്തിമാക്കും ഉപകാരമായി. അപ്പോൾ അതിൽ ഇരുത്തുന്നതുകൊണ്ട് തന്നെ പിന്നോളം എടുക്കേണ്ട ആ ഒരു പണിയില്ല കേട്ടോ. അതിൽ നമുക്ക് ഈ എടുത്തിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പണി തന്നെ കിട്ടൽ. അപ്പോൾ പിന്നെ ആ ഒരു സ്ട്രോളർ ഇല്ലോണ്ട് പിന്നെ ഓൾ അതിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനേ ഇല്ല, അങ്ങനെ കരയൊന്നുമില്ല കേട്ടോ. പാവം മാഷാ അല്ലാ നല്ല മോളാണ്, അങ്ങനെ കരഞ്ഞിട്ട് അങ്ങനെ ഇടങ്ങേറൊന്നും ആക്കൂല. അപ്പോൾ ഇത് ഞാനും കുറേ നമ്മൾ ബീച്ചിലെല്ലാം കളിച്ചിട്ടാ. പിന്നെ മക്കൾസിൻ്റെ കാര്യം പറയണ്ടല്ലോ, അവർക്ക് പിന്നെ ഈ വെള്ളവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരികയും ചെയ്യില്ല. പിന്നെ ഈ ഒരു ബീച്ച് അത്യാവശ്യം നല്ല ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ എന്താ പറയുക, അത്ര വലിയൊരു തിരമാലയും സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ബീച്ചല്ല. അതുകൊണ്ട് തന്നെ നല്ല പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളെ കുട്ടികളിങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, നല്ല പേടിക്കാണ്ട് കളിക്കുകയെല്ലാം ചെയ്യാം. പിന്നെ ഇവിടെയും കുറേ ഇങ്ങനത്തെ ടോയ്സിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾക്കില്ലേ. അന്നത്തെ ദിവസം വലിയ ആളൊന്നും ഉണ്ടായിട്ടാട്ടോ നമ്മൾ പോയ ദിവസം. അപ്പോൾ ഈ ഒരു ടൈമിനവിടെ എന്തോ ഒരു ഫെസ്റ്റും നടന്നുകൊണ്ടുണ്ട്, പക്ഷേ ഈ ഒരു ദിവസം അങ്ങനെ ആളേ ഉണ്ടായിട്ട്. അങ്ങനെയിപ്പോൾ ഇതാ നമ്മൾ ബീച്ചിൽ നിന്നെല്ലാം ഇറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു ബീച്ച് സൈഡിന് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്, കനൽപോട്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ റീലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ മുമ്പെല്ലാം കാണലുണ്ട്. അപ്പോൾ അന്നേരം നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലിട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ വരണം, എന്തായാലും ഇവിടുന്ന് ഫുഡെല്ലാം കഴിക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തരാം. നമ്മളിങ്ങനെ എപ്പോൾ നോക്കും ഇത് എവിടെയാണോ വരുന്നത് എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വരുന്ന ടൈമിനാണ് കേട്ടോ ഈ ഒരു കനൽപോട്ട് എന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ബോർഡ് കണ്ടത്. പിന്നെ നമ്മളൊന്ന് നോക്കിയിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഈടെയും അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ലൊരു സൈലൻ്റായിട്ട് നല്ലൊരു പാങ്ങുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ഏരിയയിലും നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ മൈൻഡിൽ ഒരു റിലാക്സ് ആയിട്ട് നല്ലൊരു വലിയ ആൾക്കാരോ ഒച്ചപ്പാടും ബഹളോ ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ആ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ നല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ തന്നെ നമ്മൾ ഫുഡിനെല്ലാം ഓർഡറാക്കി ഇങ്ങനെ സൂപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തെല്ലാം അത്യാവശ്യം ചൂടല്ലേ, പക്ഷേ ഈ ഒരു സ്ഥലത്തിരിക്കുമ്പോണ്ടല്ല വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഇളം കാറ്റെല്ലാം ആയിട്ട് നല്ലൊരു തണുപ്പ് ഫീൽ ആകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിച്ചത് ഈ ഒരു ത്രെഡ് ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ അവിടെ ത്രെഡ് ചിക്കൻ എന്നൊന്നുമല്ല കേട്ടോ പേര്, വേറെന്തോ ഒരു പേരിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേറെന്തോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷെ നമ്മളെ മുന്നിൽ കൊണ്ടുപോയിക്കുമ്പോഴത്തേക്കാണ് ഇത് നമ്മളെ ഉണ്ടാക്കുന്ന ആ ഒരു ത്രെഡ് ചിക്കനാണെന്ന് മനസ്സിലായത്. ഇനി വേറെന്തോ ഒരു പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് പേര് അങ്ങനെ ഓർക്കുന്നില്ല.
പിന്നെ നമ്മൾ ഈ ഒരു സുർബിയൻ റൈസും പിന്നെ പോത്തുംകാല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു മൊജിറ്റോ അത്ര ഒരു ടേസ്റ്റ് തോന്നിയിട്ടാട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവർ, അതിൻ്റെ ആ ഒരു സിറപ്പിന് എന്തോ ഒരു ടേസ്റ്റ് മാറ്റമുണ്ട്. ബാക്കിയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ട ഇതെല്ലാം നല്ലൊരു സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല നല്ല വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ പറച്ചൽ മാത്രമേ ഉള്ളൂ, പക്ഷെ വരാൻ തീരെ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് വേഗം തന്നെ വരാം.